ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കോഴിക്കോട് ജില്ലയില്, കേരളത്തിലെ കോഴിക്കോട് ജില്ലയില് വടകര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞാനവിടെ ഒരു സുഹൃത്തിനെ കാണാൻ പോയപ്പോ എന്നോട് ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ വീടിന്റെ തൊട്ടപ്പുറത്ത് എന്റെ ഒരു സുഹൃത്തുണ്ട് ഉസ്താദെ, വയ്യാതെ കിടക്കും ഉസ്താദെ, ഒന്ന് ദ്വാരക്കാൻ വരുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ ദ്വാരക്കാൻ വരാം. അങ്ങനെ ഈ ചങ്ങാതി എന്നെ കൈ പിടിച്ചിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയി. അബ്ബേ ആ വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോ ഞാൻ നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരനാകുന്നൊരു യുവാവ് സുബ്ഹാനല്ലാഹ് കിടന്ന കിടക്കപ്പാകിൽ ഇങ്ങനെ കിടക്കുകയാ. കാലിന് അസുഖം വന്നിട്ട് കിടന്നുപോയതാ. അല്ലാഹു ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു ശമനം നൽകുമാറാവട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, എന്തു പറ്റിയതാ ഉസ്താദേ? 15 വർഷം മുമ്പ് ഉസ്താദേ ഞാൻ ഖത്തറില് ജോലിക്ക് പോയതാ ഉസ്താദെ. 15 വർഷം മുമ്പ് ഞാൻ ഖത്തറിൽ ജോലിക്ക് പോയതാ ഉസ്താദെ. ഖത്തറിൽ ജോലിക്ക് പോയി ഒരു 4 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഖത്തറിൽ ഒരു കൂട്ടുകാരനുമായിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഞാൻ റോഡിലൂടെ പോയതാ ഉസ്താദെ. 4 ദിവസമായിട്ടുള്ളൂ. ഏകദേശം 18ാമത്തെ വയസ്സിൽ ആ സഹോദരൻ ഗൾഫിൽ പോയതാ. ആ സഹോദരൻ വണ്ടിയായിട്ട് പോയി. കൂടെയുള്ള സഹോദരൻ വണ്ടി റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് കടയിൽ എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയതാ ഉസ്താദെ. ഞാൻ ഈ വണ്ടിക്കകത്തുണ്ടായിരുന്നു. ആ സമയത്ത് വേറൊരു ട്രെയിലർ സാറേ നിയന്ത്രണം വിട്ട് ഈ വണ്ടിയിലേക്ക് വന്ന സാറേ ഇടിച്ചു കയറിയത് സാറേ. അന്ന് ഞാൻ കിടന്നത് സാറേ 15 വർഷമായി സാറേ. അല്ലാഹു നീ ശമനം കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. 18ാമത്തെ വയസ്സിൽ കിടന്നു. 15 വർഷം കൂട്ടി നോക്കിയ 28, 29, 30, 31, 32, 33 വയസ്സിന്റെ പ്രിയപ്പെട്ടവരെ സഹോദരനായി അങ്ങനെ എന്നിട്ട് ഞാൻ ഈ കട്ടിലിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ സലാം പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോ ഈ ചങ്ങാതി പെട്ടെന്ന് എന്റെ കൈ പിടിച്ചൊന്ന് വലിച്ചു. ഞാൻ എന്തുറ്റി സാറേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് സാറേ. എന്താ? എന്റെ ചെവിയിൽ ആ സഹോദരൻ അന്ന് പറഞ്ഞതാ, സാറേ ഒന്ന് മരിച്ചു കിട്ടാൻ ദ്വാരക്കൂ സാറേ. സാറേ മരിച്ചു കിട്ടാൻ ദ്വാരക്കൂ സാറേ. അതെന്താണ് അങ്ങനെ പറയണേ സാറേ? വേറെ ഒന്നുമല്ലോ സാറേ, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ സാറേ ആരെങ്കിലും കൂട്ടിന് വേണം സാറേ. എന്നെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ ആരെങ്കിലും വരണം ഉസ്താദേ. ഇനി ആരെങ്കിലും വരാൻ താമസിച്ചാൽ ഞാൻ ചിലപ്പോ ആ കട്ടിലിൽ തന്നെ ഉസ്താദെ ഞാൻ കാഷ്ടിക്കും ഉസ്താദ് എന്നൊരു സഹോദരൻ കരഞ്ഞിട്ട് പറയുമ്പോ, അല്ലാഹുവേ കിടത്തി കളയുന്ന ഒരു രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. ഞങ്ങളുടെ വീട്ടുകാരും ഭാര്യ സന്താനങ്ങളും മാതാപിതാക്കളും ഞങ്ങളുടെ കൂട്ടുകാര് ഇവനൊന്നും മരിച്ചാ മതി റബ്ബേ എന്ന് പറയുന്ന ഒരു ഗതികേട് ഞങ്ങൾക്ക് ഒരാൾക്കും നീ വരുത്തില്ല റബ്ബേ. മരണം ഖൈറാണെങ്കിൽ നല്ലവരുടെ ചാരത്ത് വെച്ച് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്.